നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4-5 മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ ആശ്വാസത്തോടുകൂടി തന്നെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു. ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സുഹൃക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മകേരം, ചിത്ര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ. നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരം നക്ഷത്രം അവസാനത്തെ 30 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ്, ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും. നേരെ മറിച്ച് മകേരം ഇടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും. അപ്രകാരം ചിത്ര നക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പിടിവാശിക്കാരും ഒക്കെയായിരിക്കും, പക്ഷേ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും. അപ്രകാരം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥരായിരിക്കും. കുംഭൻ രാശി അവസാനത്തെ 30 നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം, സ്വകാര്യത കാത്തു സൂക്ഷിക്കും, വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും. അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു. അതിൻ്റെതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ചൊവ്വ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത്? ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. ആ ചൊവ്വ തന്നെ 51 ദിവസം, അതായത് 2025 ജൂലൈ 28 വരെ എവിടെയുണ്ട്? ചിങ്ങൻ രാശിയിലുണ്ട്, തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട്. മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ 1200 ഇടവമാസം 24-ാം തീയതി മുതൽ കർക്കിടക മാസം 12-ാം തീയതി വരെ 51 ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു. സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്, സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും. തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു 51 ദിവസം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ 51 ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ 12 രാശിക്കാരുമെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനിടയിൽ ഒരു വാക്ക്, നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് 32 ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. 2600-ഓളം വീഡിയോ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു. ലോകം മുഴുവനും ഡോക്ടർ മഹാരാജ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷദായകമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്ത് കൊടുക്കുക, പകർന്നു കൊടുക്കുക, വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. അതിനു മുമ്പ് എന്തൊക്കെ ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ എന്ന് നാം മനസ്സിലാക്കണം. ചൊവ്വ ഇടവൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. ഒന്ന് 12-ാം ഭാവാധിപത്യം, വൈകല്യഭാവം, പതനഭാഗങ്ങൾ, വീഴ്ച, സ്ഥാനഭ്രംശം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 12-ാം ഭാവം. ആ 12-ാം ഭാവാധിപനായ ചൊവ്വയാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാവത്തിൻ്റെ ആധിപത്യം 7-ാം ഭാവാധിപത്യമാണ്. വിവാഹങ്ങൾ മുതലായ ഭാവങ്ങളെ പറ്റിയുള്ള ചിന്തയാണ്. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്.
വിസുഖ പീഡിതമാനസ ചതുർത്ഥ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 4 പാപഗ്രഹം വരുമ്പോൾ വിസുഖം വിഗതം സുഖം യസ്യസ, തനിക്ക് സുഖം നഷ്ടപ്പെടുക. പീഡിതമാനസ പീഡിതമാനസം ഏന അല്ലെങ്കിൽ യസ്യസ, പീഡിതമായ മനപ്പീഡയോടുകൂടിയിരിക്കുക. അതിനാൽ വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കണം, ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭൂമി വിവാദങ്ങൾ വന്നാൽ തനിക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 4-ാം ഭാവം വെച്ചാൽ നിങ്ങൾക്കറിയാം, മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംഭശാനഞ്ചബുദ്ധിൽ പശ്വാധികം വിഷമഗതാ ചതുർത്ഥാത്. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, വീട്ടിലെ കിണർ, ക്ഷേത്രം, കൃഷിഭൂമി, തൻ്റെ പൊസിഷൻ, പദവി, തൻ്റെ ഇരിപ്പിടം, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, മഴക്കാലത്തൊക്കെ ഇടവമാസം വരെ നാം കിണർ കുടിക്കുന്ന സമയമാണ്. ജൂൺ 14 വരെ ശ്രദ്ധിക്കണം, അറിയാതെ കിണറിടിഞ്ഞ് വീഴുക, ഇതൊക്കെ വളരെ ജാഗ്രത പാലിക്കണം. പെട്ടെന്ന് അപകടങ്ങൾ വരിക, വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ റോഡും ഹൈവേയും ഒക്കെ പൊളിഞ്ഞു വീഴുന്ന സമയമാണ്. അതിനാൽ പല കാര്യങ്ങളിലും തൻ്റെ ശ്രദ്ധ വളരെയധികം കൃത്യതയോടുകൂടി പാലിക്കാൻ ശ്രമിക്കുക. 4-ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, ഇവർക്കൊക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ തെറ്റിപ്പോവുക, സൗഹൃദം നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെ ധാരാളം ഫലങ്ങളാണ്. വിവാഹം കാണാനോ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം, ഭാര്യയെ സന്ദർശിക്കുവാനുള്ളൊരു യോഗം ഉണ്ടാകാം. കാരണം ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് 7-ാം ഭാവത്തിലേക്ക്, വൃശ്ചികം രാശിയിലേക്ക്. അതിനാൽ ദാമ്പത്യം, ഫാമിലി ലൈഫ്, ഇതിൽ പലപ്പോഴും ഗുണങ്ങൾ വരും. കർമ്മമേഖലയിൽ തനിക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടും 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ എന്നൊരു പ്രത്യേകം ഫലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. യഥാ ഭൂസുത സംഭവേ തുര്യഭാവേ തഥാ ഗ്രഹാക്യം സ്വാനുകൂല ജനാനാം. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ എങ്ങനെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ 51 ദിവസം ഭൂമി വിവാദങ്ങൾ, വീട്ടിലുണ്ടാകുന്ന അന്തരീക്ഷം ശ്രദ്ധിക്കണം. വീട് മാറി പെട്ടെന്ന് ഓടിപ്പോകാനുള്ള ചിന്ത വരരുത്. കൂട്ടുകുടുംബമായി തൽക്കാലം ഈ 51 ദിവസം കഴിയട്ടെ, എന്നിട്ട് വീട് മാറിപ്പോകാം. അതായിരിക്കും വളരെ ഭംഗി. സുഹൃത്തുക്കൾക്ക് സൗഖ്യം എന്ന കിഞ്ചിത് വിചിന്യം, സൗഹൃദം നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ സൗഖ്യത്തെ ചിന്തിക്കേണ്ട. അതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കണം. ഇടവൻ രാശിക്കാർ കൂറ് കച്ചവടം, ഒന്നിച്ച് ചെയ്യുന്ന വ്യാപാരത്തിലൊക്കെ അനാവശ്യമായ ഈഗോ വന്ന് ബുദ്ധിമുട്ടുകളുണ്ടാകും. കൃപാ വസ്ത്രഭൂമിയിൽ ലഭേത ക്ഷമാവാൽ, രാജാവ് തനിക്ക് അംഗീകാരം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവ് തന്നെ ബഹുമാനിക്കും, വസ്ത്രം തരും, ഭൂമി തരും രാജാവിലൂടെ. അതിനാൽ പലപ്പോഴും ജോലിയിലൊക്കെ നല്ലൊരു പദവി ലഭിക്കാനൊക്കെ ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സഹായിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ചൊവ്വ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്, ആ ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ വിദേശയാത്ര വളരെ അനുകൂലമായി വരും. അതിനാൽ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കുക. ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്ര വഴിപാടുകൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഞാൻ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. എല്ലാ ഇടവൻ രാശിക്കാർക്കും ശോഭനമായ 51 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്നായി വരട്ടെ എന്ന്. നന്ദി, നമസ്കാരം.